ഒൺലി ഫോർ ലവ് എന്ന ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഷിയാൻ ഫാമിലി വിരുന്നിന് പോയപ്പോൾ അവൻ നിർബന്ധിച്ച് ഷുയെ കേക്ക് കഴിപ്പിക്കാൻ തുടങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ കളിയാക്കാൻ ശ്രമിക്കുന്നതിന് അവൾ അവൻ്റെ തുടയിൽ നല്ലൊരു തുള്ളു കൊടുക്കുന്നു. വേദനിച്ചപ്പോൾ അവൻ അവളുടെ കൈ ബലമായി പിടിച്ചു മാറ്റുന്നു. രണ്ടുപേരും കൂടി ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ ഒരു ബലപ്രയോഗമൊക്കെ നടത്തുന്നുണ്ട്. ഫുഡ് കഴിച്ച ശേഷം അവൻ അവളെ ഒരിടത്ത് നിർത്തിയിട്ട് അങ്കിളിനോട് യാത്ര പറയാൻ പോയ സമയത്ത് കുറച്ചുപേർ അവരെക്കുറിച്ച് സംസാരിക്കുന്ന അവൾ കേൾക്കുന്നു. അവൻ്റെ പഴയ ഗേൾഫ്രണ്ട് ബെയിലിൻ അവൻ്റെ അച്ഛൻ്റെ കമ്പനി വിട്ടുപോയതിൻ്റെ പ്രതിഷേധം കാരണം അവനെ ഉപേക്ഷിച്ച് പോയത്. ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് ആയിരിക്കുന്ന അവൾ അവൻ്റെ സ്വത്തും പണവും കണ്ടിട്ടാകണം അടുത്ത് കൂടിയിരിക്കുന്നത് എന്നൊക്കെ പലതുമാണ് അവർ പറഞ്ഞുകൊണ്ട് നിന്നത്. ഷുയിതൊക്കെ കേട്ട് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ഷിയാൻ തൊട്ട് മുന്നിലെത്തിയത്. അവർ പറഞ്ഞതൊക്കെ അവൻ കേട്ടോ എന്ന് അവൾ സംശയിക്കുന്നുണ്ടെങ്കിലും കേട്ടില്ല എന്ന രീതിയിലാണ് അവൻ നിന്നത്. അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. വണ്ടിയിലിരിക്കുമ്പോൾ നേരത്തെ അവനെ കുറ്റം പറഞ്ഞവർക്കൊക്കെ നൽകാനുള്ള ചുട്ട മറുപടി അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അവൻ അവളുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവളോട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. അവളായിട്ടൊന്നും പറയുന്നുമില്ല. വീടിനടുത്ത് വണ്ടി നിർത്തിയപ്പോൾ അവൾ യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. പക്ഷെ അവൻ പുറകെ ചെന്ന് പിടിച്ചു നിർത്തി അതിനെക്കുറിച്ച് ചോദിക്കുന്നു. അവനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന പലതും കേട്ടിരുന്നു എന്നവൾ സമ്മതിച്ചപ്പോൾ അതൊക്കെ അവൾ വിശ്വസിക്കുന്നുണ്ടോ എന്നവൻ ചോദിക്കുന്നു. അവൻ നേരിട്ട് പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്നവൾ പറഞ്ഞപ്പോൾ എന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ എന്നവൻ ചോദിക്കുന്നുണ്ട്. താല്പര്യമുണ്ട്, എനിക്ക് പോകാൻ തിരക്കില്ല എന്ന് പറഞ്ഞ് അവൾ തിരികെ വണ്ടിയിൽ പോയിരിക്കുന്നു. ചിരിച്ചുകൊണ്ട് അവനും പുറകെ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ഡ്രൈവർ അവരെ ശല്യപ്പെടുത്തതെക്കുറിച്ച് മാറി നിൽക്കുന്നു. അകത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നേരത്തെ അവർ അവനെക്കുറിച്ച് കുറ്റം പറഞ്ഞതൊക്കെ അവനും കേട്ടിരുന്നു എന്നവൾ അറിയുന്നത്. എന്നെക്കുറിച്ച് മിക്കവാറും എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടുതൽ നിനക്ക് എന്താണ് അറിയാനുള്ളത് എന്നവൻ ചോദിച്ചപ്പോൾ 3-4 തവണ കാണുകയും മിണ്ടുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരാളെ വിലയിരുത്താൻ കഴിയുമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നീ വളരെ കഴിവുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണ് എന്ന് അവൾ പറയുന്നു. ഇങ്ങനെ തുറന്നു പറഞ്ഞതുകൊണ്ടാണല്ലോ നിനക്ക് എന്നെക്കുറിച്ച് ഇത്ര നല്ല അഭിപ്രായമാണ് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് എന്നവൻ പറഞ്ഞപ്പോൾ ഇത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, എനിക്ക് നിന്നെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നവൾ പറയുന്നു. അവൻ അവളുടെ അടുത്തേക്ക് കുറച്ച് ചേർന്നിരുന്നിട്ട് ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും മുഖം മാത്രം അടുത്ത് വന്നപ്പോൾ കിസ് ചെയ്യാനുള്ള ടെൻഡൻസി രണ്ടുപേർക്കും തോന്നുന്നുണ്ട്. ഷിയാൻ അതിനെ മുന്നോട്ടഞ്ഞപ്പോൾ അവൾ കണ്ണടച്ചതാണ്. അപ്പോഴാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഭാഗത്ത് സെക്യൂരിറ്റി വന്ന് ഡോറിൽ മുട്ടിയത്. ഷിയാൻ അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ ഗ്ലാസ് താഴ്ത്തുന്നു. നല്ലൊരു ചാൻസ് മിസ്സാക്കിയതിൻ്റെ ദേഷ്യം അവളുടെ മുഖത്തുണ്ട്. സെക്യൂരിറ്റിക്ക് അവളെ പരിചയമുണ്ട്. അവളാണെങ്കിൽ ആകെ ചമ്മിരിക്കുകയാണ്. അവരുടെ ഇരിപ്പ് കണ്ടപ്പോൾ താൻ അവർക്കൊരു ശല്യമായി എന്ന് അയാൾക്ക് മനസ്സിലാകുന്നതിനാൽ അയാൾക്കും ചെറിയ ചമ്മലുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അയാൾ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചമ്മിയ ചിരിയോടെ അവൾ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഷിയാൻ പുറത്തിറങ്ങി നിന്ന് അവൾ ഏത് ഫ്ലോറിലേക്കാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ ഫ്ലോറിലും ലൈറ്റ് വീഴുന്നതനുസരിച്ച് 7ാമത്തെ ഫ്ലോറിലാണ് അവൾ താമസിക്കുന്നതെന്ന് അവൻ മനസ്സിലാകുന്നു. അവൾ അന്ന് വാങ്ങിയ ഡ്രസ്സൊക്കെ അവൻ്റെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അത് അവളുടെ റൂമിലേക്ക് എത്തിക്കണോ എന്ന് ഡ്രൈവർ വന്ന് ചോദിച്ചെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് അവൻ അതുമായി അവിടെ നിന്നും പോകുന്നു. ഷുയി റൂമിലെത്തി കഴിഞ്ഞപ്പോഴും അവളുടെ എക്സ് അവൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ദേഷ്യം വന്ന അവൾ നിനക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് റിപ്ലൈ നൽകിയിട്ട് അവൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം അവൾ റുവയെ വിളിച്ച് അന്നത്തെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. റുവ ആ സമയത്ത് ഗുവാഞ്ചിക്കൊപ്പമായിരുന്നു. ഷിങ്ഷു മെസ്സേജ് അയക്കുന്നത് കണ്ട് അസൂയപ്പെട്ട് ഷിയാൻ കേക്ക് വാങ്ങി നൽകിയതിനെക്കുറിച്ചൊക്കെ അവൾ പറഞ്ഞപ്പോൾ എന്തായാലും വേറെ ഒരാൾ കൂടി നിന്റെ പുറകെ ഉണ്ട് എന്ന് അവൻ അറിഞ്ഞത് നന്നായി. ഒരാൾ മത്സരത്തിനുണ്ടാകുമ്പോൾ അവന് കുറച്ചുകൂടി സീരിയസ്നെസ് വരും. ഇന്ന് രാത്രി നീ അവന് മെസ്സേജ് അയക്കേണ്ട, അവൻ നിന്നെ സ്വപ്നം കണ്ട് കിടക്കട്ടെ എന്നൊക്കെ കുറെ ടിപ്സ് റുവ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗുവാഞ്ചി അവൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവനടുത്തേക്ക് ചെന്നപ്പോൾ നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ഫോൺ വെക്കുന്നു. നിന്റെ കയ്യിൽ ഒരുപാട് സൂത്രങ്ങളുണ്ടല്ലോ, ആരെങ്കിലും ആത്മാർത്ഥമായി നിന്നെ ഇഷ്ടപ്പെട്ടു പോകുമോ എന്ന് നിനക്ക് പേടിയില്ലേ എന്നവൻ ചോദിക്കുന്നു. അവൾക്ക് പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് ഇപ്പോഴും താല്പര്യമില്ല. അതുകൊണ്ട് ആ വിഷയം അവസാനിപ്പിച്ചിട്ട് അവൾ അവനെ കിസ് ചെയ്യുന്നു. രണ്ടുപേരും കൂടി ആവശ്യത്തിന് സോഫയിലേക്ക് കിടക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ കാൽ അവിടെ ഉണ്ടായിരുന്ന ടീപ്പോയിൽ ഇടിക്കുന്നു. ആ ഭാഗം നന്നായി ചുവന്നിരിക്കുന്നത് കണ്ട് അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. റിസപ്ഷനിലേക്ക് വിളിച്ചവൻ ബാൻഡേജ് വാങ്ങാൻ ഒരുങ്ങിയെങ്കിലും അതിനും സമ്മതിക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. അന്നത്തെ സംഭവം ഷുയെ ആകെ കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ്. അവനുമായി റിലേഷൻഷിപ്പിലായിട്ടില്ല, എന്നിട്ടും അവൻ കിസ് ചെയ്യാൻ വന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കുമെന്നൊക്കെ അവൾ സംശയിക്കുന്നു. അടുത്ത ദിവസം ഷിയാൻ്റെ കമ്പനിയിൽ ഒരു സെമി കണ്ടക്ടർ ബാറ്ററി ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. വിശദമായ കുറച്ച് പഠനങ്ങൾ നടത്തിയ ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ മതി എന്നുള്ള തീരുമാനത്തിലാണ് ഷിയാൻ. സീനിയർ അങ്കിൾമാർ ശക്തമായ ഇൻവെസ്റ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പേഴ്സണലായി പോയി ഒരു അന്വേഷണം നടത്തി തീരുമാനമെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവൻ യുവിനോടും ഗുവാഞ്ചിയോടും പറയുന്നു. ഷിയ അന്ന് ഓഫീസിലായിരിക്കുന്ന സമയത്ത് അവളുടെ അമ്മ വിളിച്ചിട്ട് അവരുടെ ഫ്രണ്ടിന്റെ മകനെ മീറ്റ് ചെയ്യുന്ന കാര്യം വീണ്ടും പറയുന്നു. ഇത്തവണ കുറെ ശ്രമിച്ചിട്ടും അവൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. അങ്ങനെ അവന്റെ വീചാറ്റ് ഐ ഡി അമ്മ അവൾക്ക് നൽകുന്നു. അത് നോക്കിയപ്പോഴാണ് അമ്മ പറയുന്നത് ഈ ഫ്രണ്ടിന്റെ മകൻ യു ആണ് എന്നവൾ അറിയുന്നത്. അവനായതുകൊണ്ട് ഡീൽ ചെയ്യാൻ എളുപ്പമാണല്ലോ എന്നോർത്ത് അവനെ നേരത്തെ പരിചയമുള്ളവരും അമ്മയോട് പറയാതെ വീക്കെൻഡിൽ അവനുമായി മീറ്റ് ചെയ്തോളാം എന്ന് അവൾ അമ്മയോട് സമ്മതിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഓഫീസിലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഷിയാന്റെ കമ്പനിയുടെ കോൺഫറൻസിൽ അവളും യുലിംഗും പങ്കെടുത്തതുകൊണ്ട് രണ്ടുപേരും കൂടി റിപ്പോർട്ട് തയ്യാറാക്കാൻ ചീഫ് നിർദ്ദേശിക്കുന്നു. ഈ വർഷം ഇനി 2 എഡിഷൻ കൂടിയേ അവരുടെ മാഗസിൻ പബ്ലിഷ് ചെയ്യാനുള്ളൂ. അതിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും ന്യൂസ് ഉൾപ്പെടുത്താൻ രണ്ടുപേരും കൂടി ശ്രമിക്കണം എന്നും ചീഫ് നിർദ്ദേശം നൽകുന്നു. മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഷിയെ ഓഫീസിലേക്ക് വിളിച്ച് ചീഫ് അവളോട് മാത്രമായി സംസാരിക്കുന്നുണ്ട്. അവളുടെ ഈ വർഷത്തെ പെർഫോമൻസ് വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചീഫ് എഡിറ്റർക്കും അവളെക്കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെപ്യൂട്ടി എഡിറ്ററുടെ സ്ഥാനം അവൾക്ക് സ്വന്തമാക്കാൻ കഴിയും. അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കാനാണ് അവർ പറഞ്ഞത്. പക്ഷേ അവൾക്ക് അങ്ങനെ ഡെപ്യൂട്ടി എഡിറ്ററുടെ സ്ഥാനമൊന്നുമല്ല ആഗ്രഹം. ഡിജിറ്റൽ മാഗസിൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പെർമിഷൻ കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പോഴും അവൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ പല ബുദ്ധിമുട്ടുകളും ചീഫ് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നേരിടാനുള്ള വഴികൾ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുമ്പത്തെ പോലെ തന്നെ ഒന്നുകൂടി സീരിയസ് ആയി അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് മാത്രമാണ് ചീഫ് പറഞ്ഞത്. വീക്കെൻഡിൽ അമ്മ അറേഞ്ച് ചെയ്തതനുസരിച്ച് അവൾ യുവിനെ മീറ്റ് ചെയ്യാനായി പോകുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മാത്രമാണ് അവളാണ് തൻ്റെ ഡേറ്റ് എന്ന് അവൻ അറിയുന്നത്. നേരത്തെ അറിഞ്ഞിട്ടും അവൾ എന്താണ് പറയാതിരുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് നേരത്തെ തന്നെ നിന്നെ പരിചയമുണ്ടെന്ന് അമ്മ അറിഞ്ഞാൽ അത് കൂടുതൽ കുഴപ്പമുണ്ടാക്കും.
അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് അവൾ പറയുന്നുണ്ട്. അവൾ ഇതുവരെ മറന്നു വെച്ചാൽ ഡ്രസ്സ് എടുക്കാൻ വരാത്തത് കൊണ്ട് നീ മറന്നുപോയ സാധനം എടുക്കാൻ വരുന്നില്ല എന്ന് ചോദിച്ച് ഷിയാൻ ആ സമയത്ത് അവൾക്ക് മെസ്സേജ് അയക്കുന്നു. അവളിങ്ങനെ ഫോണിൽ നോക്കി ചിരിച്ചുകൊണ്ട് ആർക്കോ മെസ്സേജ് അയച്ചിരിക്കുന്ന യു ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ അവൻ അവളെ ക്ഷണിക്കുന്നുണ്ടെങ്കിലും വിശപ്പായിട്ടില്ല. മറ്റൊരു തവണ ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞ് അധികം വൈകാതെ അവനോട് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. വണ്ടിയിലിരിക്കുമ്പോഴാണ് ഷിയാൻ്റെ മെസ്സേജിന് അവൾ റിപ്ലൈ നൽകിയത്. ഡ്രസ്സിൻ്റെ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നില്ല. മറന്നു വെച്ചത് എന്താണ്, എൻ്റെ ഹൃദയമാണോ എന്നൊക്കെ അവൾ പതിവ് പോലെ പഞ്ചാരടിച്ച് ചോദിക്കുന്നുണ്ട്. ഡ്രസ്സിൻ്റെ കാര്യം അവൻ പറഞ്ഞപ്പോഴാണ് അവൾ അതിനെക്കുറിച്ച് ഓർക്കുന്നത്. കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് വീട്ടിലേക്ക് എത്തിക്കാൻ അറേഞ്ച് ചെയ്യുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഡ്രസ്സ് അന്ന് കൊടുക്കാതെ അവൻ പിടിച്ചു വെച്ചത്. അപ്പോൾ പിന്നെ അവൻ അത് കൊടുത്തു വിടുമോ? എനിക്ക് നിന്നേക്കാൾ കൂടുതൽ തിരക്കാണ്, കൊറിയർ ചെയ്യാൻ ടൈമില്ല എന്ന് പറഞ്ഞ് അവനും റിപ്ലൈ നൽകുന്നു. അങ്ങനെ അവൾ അപ്പോൾ തന്നെ അത് ചെന്നെടുത്തോളാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അവൾ വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിച്ചോടെ ഷിയാൻ ഉടനെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു. വീക്കെൻഡിൽ അവൻ അച്ഛനൊപ്പം ഫുഡ് കഴിക്കാൻ ചെല്ലാറുള്ളത് കൊണ്ട് അവർ അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പതിവായി എത്താനുള്ള സമയം കഴിഞ്ഞിട്ട് കാണാത്തതുകൊണ്ട് അച്ഛൻ ഷിയെ കൊണ്ട് അവനെ വിളിപ്പിക്കുന്നു. ഇന്ന് വരാൻ പറ്റില്ല, 2 ദിവസത്തിനുള്ളിൽ അന്ന് അച്ഛനെ മീറ്റ് ചെയ്തോളാം എന്നവൻ പറയുന്നുണ്ട്. അവനേതോ ആക്ട്രസുമായി ഡേറ്റിംഗിലാണ് എന്നവൾ പറയുന്നതിനാൽ അച്ഛൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. പക്ഷേ ആക്ട്രസ് അല്ല എന്ന് പറഞ്ഞതല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അവൻ പറയുന്നില്ല. ഷിയാൻ ഷുയി വരുന്ന പ്രതീക്ഷിച്ച് അവൾക്കും കൂടി ഫുഡ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഐറ്റംസ് ഒക്കെ അവൻ ഉണ്ടാക്കുന്നുണ്ട്. ഇടയ്ക്കിടെ അവൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുമുണ്ട്. അവൾ അവിടെ എത്തി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഏപ്പറിനൊക്കെ ഊരി വെച്ച് കണ്ണടയും എടുത്ത് വെച്ച് ടിപ്പ് ടോപ്പിലാണ് അവൻ ചെന്ന് വാതിൽ തുറന്നത്. അതുകൊണ്ട് അവൻ കുക്ക് ചെയ്യുകയായിരുന്നു എന്നൊന്നും അവൾ അറിയുന്നില്ല. അവൻ ഡോർ തുറന്ന് കൊടുത്തിട്ട് ഒന്നും പറയാതെ നേരെ പോയി ഫുഡ് കഴിക്കാനിരിക്കുന്നു. അവൾക്കും കൂടി വേണ്ടി അവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ അവളത് ശ്രദ്ധിക്കുന്നില്ല. അവൻ ക്ഷണിക്കാത്തത് കാരണം ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ, തനിച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ കൂടി കൂടുതൽ വിരോധമുണ്ടോ എന്ന് അവൾ അങ്ങോട്ട് ചോദിക്കുന്നു. പ്ലേറ്റ് വെച്ചിരിക്കുന്ന അവൾക്കാണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി അവൾക്കില്ലേ എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് പറയാതെ വന്നിരുന്ന് കഴിക്കാൻ പറയുന്നു. അങ്ങനെ അവളും ഫുഡ് കഴിക്കാതിരിക്കുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ അവൾക്ക് ഫുഡൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നു. അപ്പോഴും അവൻ ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കാതെ ഇത് എവിടെ നിന്നാണ് ഓർഡർ ചെയ്തത്, വല്ലപ്പോഴും ഒക്കെ എനിക്കും ഓർഡർ ചെയ്യാമല്ലോ എന്നവൾ ചോദിക്കുന്നുണ്ട്. ഇതങ്ങനെ വാങ്ങാൻ കിട്ടുന്ന സ്ഥലത്ത് നിന്നല്ല എന്നവൻ പറഞ്ഞപ്പോൾ ഭയങ്കര റേറ്റ് ആയതുകൊണ്ടായിരിക്കണം അവൻ അങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഞാൻ കുറേ കൂടി ക്യാഷൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്കും ഇതൊക്കെ വരുത്തി കഴിക്കാൻ പറ്റിയേക്കും. എന്നും രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഇതുപോലുള്ള ഫുഡ് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത്. സംസാരിക്കുന്ന ഇടയിൽ കൂടി അവൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടെങ്കിലും പേഴ്സണൽ ടൈമിൽ ഞാൻ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാറില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു. ആ സമയത്താണ് ഇപ്പോഴൊന്ന് വിളിക്കാൻ പറ്റുമോ, അത്യാവശ്യം ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചീഫ് അവൾക്ക് മെസ്സേജ് അയച്ചത്. അവൾ ഫോണിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ നോക്കാൻ പാടില്ല എന്നവൻ പറയുന്നു. ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാമെന്ന് റിപ്ലൈ നൽകിയിട്ട് അവൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു തീർത്തിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ചാടി നിൽക്കുന്നു. ഡ്രസ്സൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുമുണ്ട്. സത്യത്തിൽ അത് ഹാളിൽ ഇരുന്നതാണ്. പക്ഷേ വന്ന ഉടനെ തന്നെ അത് കണ്ട് അവൾ അതെടുത്ത് തിരികെ പോകണ്ട, കുറച്ച് സമയം കൂടി അവളെ അവിടെ ഇരുത്താം എന്ന് കരുതി അവനതെടുത്ത് അകത്തുകൊണ്ട് വെച്ചതാണ്. ഇപ്പോൾ അവൻ തന്നെ അതെടുത്തുകൊണ്ട് കൊടുക്കേണ്ടി വരുന്നു. അവളത് വാങ്ങി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഷിയാൻ എന്തൊക്കെയോ പ്രതീക്ഷയുടെ ഫുഡ് റെഡിയാക്കി അവളെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. എല്ലാം വെറുതെ ആയിപ്പോയി. അവൾ ശരിക്കും ഫ്രീ ഫുഡിന് വേണ്ടി ഓടി നടക്കുകയാണെന്ന് തോന്നുന്നു എന്നവൻ നിരാശയോടെ പറയുന്നുണ്ട്. ചീഫ് അത്യാവശ്യമായി കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് അവൾ അത്ര ധൃതിയിൽ അവിടെ നിന്ന് ഇറങ്ങിയത്. പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചീഫിനെ വിളിക്കുകയും ചെയ്യുന്നു. മറ്റന്നാൾ വേറെ സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്നുണ്ട്. അവിടേക്ക് അവൾ നാളെ തന്നെ പുറപ്പെടണം എന്ന് പറയാനായിരുന്നു ചീഫ് വിളിച്ചത്. അടുത്ത ദിവസം രാവിലെ തന്നെ പോകാം എന്നവൾ സമ്മതിക്കുന്നുണ്ട്. 3 തവണ അവൻ്റെ വീടിനടുത്ത് വരേണ്ടി വന്നതിനെക്കുറിച്ച് റുവോയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടാണ് അവൾ മുന്നോട്ട് പോയത്. റുവ ഈ സമയം ക്ലബ്ബിലെത്തിയിരുന്നു. അവൾ ചെല്ലുമ്പോൾ ഗുവാഞ്ചിയുടെ അടുത്ത് മറ്റൊരു പെണ്ണിന് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകാതെ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് അവൾ പോയത്. ഇവർ തമ്മിൽ പരിചയക്കാരാണ് എന്നുള്ള വിവരം ഫ്രണ്ട്സിന് അറിയില്ല. അതുകൊണ്ട് അവൻ അവിടെ വന്നപ്പോൾ ഫ്രണ്ട്സ് അവൾക്ക് പരിചയപ്പെടുന്നു. രണ്ടുപേരും അപ്പോൾ കാണുന്ന പോലെ പരിചയപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ ഷുയി ബിസിനസ് ട്രിപ്പിന് പുറപ്പെടാനിരിക്കുന്നു. നേരിട്ട് ഡ്രസ്സൊക്കെ തിരികെ കൊണ്ടു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഡെലിവറി ബോയ് അറേഞ്ച് ചെയ്ത് അതൊക്കെ ഷോപ്പിൽ തിരികെ കൊണ്ടു കൊടുക്കാൻ ഏർപ്പാടാക്കിയിട്ടാണ് അവൾ പുറപ്പെട്ടത്. ഷിയ അന്ന് ഫ്രീ ആയിരുന്നുകൊണ്ട് ഓഫീസിൽ നിന്ന് യുവിൻ്റെ ഡീറ്റെയിൽസ് നെറ്റിൽ തിരിഞ്ഞ് അവനെ കോൺടാക്ട് ചെയ്യാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷുയി ഇല്ലെന്ന് കരുതി ഉഴപ്പണ്ട, ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവളുടെ അടുത്തേക്ക് വന്നത്. അവൾ യുവിനെ കുറിച്ച് വായിക്കുന്നത് കണ്ടപ്പോൾ നീ കാര്യങ്ങളൊക്കെ സീരിയസ് ആയി എടുക്കാൻ തുടങ്ങിയല്ലോ. ഷുയി അടുത്തതായി അവനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം അവനെ മീറ്റ് ചെയ്യാനായി അവൻ പഠിപ്പിക്കുന്ന കോളേജിലേക്ക് അവൾ പോയിരുന്നു. നീ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത് അവൾക്ക് ഉപകാരപ്പെടും. എന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ അഭിനന്ദിക്കുന്നു. അവളുടെ സംസാരത്തിൽ നിന്ന് അവൻ പഠിപ്പിക്കുന്ന കോളേജ് ഏതാണെന്ന് ഷിയയ്ക്ക് മനസ്സിലാക്കുന്നു. അവൾ അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുന്നുണ്ട്. സ്റ്റുഡൻ്റ് ആണെന്ന രീതിയിൽ അവൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അവനെ കണ്ടപ്പോഴുള്ള സന്തോഷത്തിൽ കുറേ സമയമൊക്കെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോറടിക്കുന്നു. അവൻ്റെ ഒരു പടമൊക്കെ ബുക്കിൽ വരച്ചു വെച്ചിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോയ സമയത്താണ് പിന്നെ ഉണർന്നത്. 3-4 കുട്ടികൾ അവൻ്റെ മുന്നിൽ നിന്ന് എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞപ്പോൾ അവൾ അടുത്തേക്ക് ചെന്ന് അവൻ്റെ വീചാറ്റ് ഐഡി ചോദിക്കുന്നു. പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ ആരും കൊടുക്കാൻ തയ്യാറാകില്ലല്ലോ. അതുകൊണ്ട് അവൾ മുമ്പ് 2-3 തവണ തമ്മിൽ കണ്ടിട്ടുള്ള കാര്യമൊക്കെ അവനെ ഓർമ്മിപ്പിക്കുന്നു. അതൊക്കെ അവനും ഓർമ്മയുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇൻട്രൊഡ്യൂസിൽ ഇന്റേണായി വർക്ക് ചെയ്യുകയാണ്. ഷുയുടെ കീഴിലാണ്. ഫിനാൻസ് ഫീൽഡ് ആയതുകൊണ്ട് ജോലിക്ക് സഹായമാകുമല്ലോ എന്ന് കരുതിയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എന്നവൾ പറഞ്ഞപ്പോൾ ഇനിയും ക്ലാസ് അറ്റൻഡ് ചെയ്തോളാൻ അവന് പെർമിഷൻ നൽകുന്നു. പക്ഷേ ക്ലാസ്സിലിരുന്ന് ഉറങ്ങരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയലൊക്കെ നെറ്റിൽ കിട്ടും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളാൻ പറഞ്ഞ് അവൻ വീചാറ്റ് ഐഡിയും അവൾക്ക് നൽകുന്നു. ഷുയി ബിസിനസ് ട്രിപ്പിന് പോയ സിറ്റിയിൽ ചെന്ന ശേഷമാണ് റുവ അവളെ വിളിച്ച് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. ഷിയാനെ കാണാൻ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ തന്നെ സ്ഥലം വിട്ടുവെന്നറിഞ്ഞപ്പോൾ നിനക്ക് കുറച്ച് സമയം കൂടി അവിടെ ഇരിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ച് റുവ അവളെ കുറ്റപ്പെടുന്നു. വെറുതെ അല്ല അവൻ നിന്നെ സീരിയസ് ആയി എടുക്കാത്തത് എന്നും അവൾ പറയുന്നുണ്ട്. ചീഫ് അർജന്റായി വിളിച്ചത് കൊണ്ടാണ് പോകേണ്ടി വന്നതൊക്കെ ഷുയി പറഞ്ഞപ്പോൾ
തൽക്കാലം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് FB-യിൽ പോസ്റ്റ് ചെയ്യാൻ റുവോ നിർദ്ദേശിക്കുന്നു. ഷിയാൻ അതിനോട് പ്രതികരിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറയുന്നത്. ഫോൺ വെച്ച ഉടൻ തന്നെ ഷുയി നിന്നിട്ട് സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. യുവിനെ മീറ്റ് ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഷിയ അന്ന് മുഴുവൻ. രാത്രി അവൾ ഷിയാനെ എപ്പോൾ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് ഷുയി റിട്ടേൺ ചെയ്ത സാധനങ്ങളുടെ പേയ്മെൻറ്റ് അവന് തിരികെ ചെന്നതിൻ്റെ മെസ്സേജ് കിട്ടിയത്. ഷിയയ്ക്ക് അങ്ങനെ സാധനങ്ങളൊന്നും തിരികെ നൽകുന്ന ശീലമില്ലാത്തതിനാൽ എന്താണ് തിരികെ കൊടുത്തതെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അപ്പോഴാണ് ഷുയി ഡ്രസ്സുകൾ റിട്ടേൺ ചെയ്തായിരിക്കണം എന്ന് പറഞ്ഞ് അവൾക്കത് വാങ്ങി നൽകിയതിനെക്കുറിച്ച് ഷിയ പറഞ്ഞത്. അവൾ അത്യാവശ്യമായി ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയത് തിരികെ നൽകാനായിരുന്നു എന്ന് അവൻ ഊഹിക്കുന്നു. അവൻ അപ്പോൾ തന്നെ അവൾക്ക് എന്തോ മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും 1-2 തവണ ടൈപ്പ് ചെയ്തിട്ട് വേണ്ടെന്ന് വയ്ക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ ലാസ്റ്റ് മിനിറ്റ് നോട്ടീസ് കിട്ടി ഷുയിക്ക് ഒരു ബിസിനസ് ട്രിപ്പിന് പോകേണ്ടി വന്നു. പക്ഷേ യാതൊരു ബുദ്ധിമുട്ടും എതിർപ്പില്ലാതെ അവൾ അതിന് പോയിരിക്കുകയാണ്. പ്രൊഫഷനോടുള്ള പാഷൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത് എന്നൊക്കെ ഷിയ അവളെ പുകഴ്ത്തി പറഞ്ഞത്. അവൾ സ്ഥലത്തില്ല എന്ന് അവൻ അങ്ങനെ അറിയുന്നു. ബിസിനസ് ട്രിപ്പിലായതുകൊണ്ട് അവളെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി അവൻ മെസ്സേജ് ഒന്നും അയക്കുന്നില്ല. അടുത്ത ദിവസമൊക്കെ അവൻ നല്ല തിരക്കിലായിരുന്നു. അവളും അതേപോലെ തിരക്കിലാണ്. ഇടയ്ക്കിടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ മറക്കുന്നില്ല. ഷിയ എന്തൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒന്നും കണ്ടതായ ഒരു സൂചനയും നൽകുന്നില്ല. അവനൊരു ലൈക്ക് പോലും അടിക്കാത്ത അവളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് റുവോ അവിടെ എത്തിയത്. അവളും ബിസിനസ് ട്രിപ്പിന് വേണ്ടിയാണ് ആ സിറ്റിയിലേക്ക് വന്നത് എന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് സാധാരണ അങ്ങനെയുള്ള യാത്രകളൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഷുയിക്ക് അതത്ര വിശ്വാസം വരുന്നില്ല. സത്യത്തിൽ ഗുവാൻജിയുമായുള്ള റിലേഷൻ അവളെക്കുറിച്ച് കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ്. സീരിയസ് റിലേഷൻഷിപ്പിന് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനെ മറ്റുള്ള പെൺകുട്ടികൾക്കൊപ്പം കാണുമ്പോൾ അവൾക്ക് അത് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കാമെന്ന് കരുതിയാണ് അവൾ ഇവിടെ വന്നിരിക്കുന്നത്. രാത്രി അവർ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞപ്പോൾ പതിവ് സ്ഥലത്ത് നിന്നുകൊണ്ട് ഗുവാൻജി അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഒരു ബിസിനസ് ട്രിപ്പിന് വന്നിരിക്കുകയാണ്, ഫ്രണ്ട് മുറിയിൽ ഉറങ്ങുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് വയ്ക്കുകയാണ് എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ ഫോൺ വെക്കുന്നു. അവൾക്കപ്പോൾ ഉള്ള ഫ്രണ്ട് ആണോ പെണ്ണാണെന്നോ എന്നറിയാതെ ഗുവാൻജി ആകെ അസ്വസ്ഥനാകുന്നു. അടുത്ത ദിവസം രാവിലെ ഷുയി ഉണർന്നപ്പോൾ അവിടെ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിരുന്നു. അവൾ വേഗം റുവയെ വിളിച്ചുണർത്തുന്നു. അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അവൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷിയാൻ റിയാക്ട് ചെയ്യാറില്ലെങ്കിലും അവളുടെ പോസ്റ്റുകൾ കൃത്യമായി ശ്രദ്ധിക്കാറുണ്ട്. അവൾക്ക് അവിടെ ശരിക്ക് പിടിച്ചെന്നാണ് തോന്നുന്നത്. തിരിച്ചു വരാൻ യാതൊരു ഉദ്ദേശവുമില്ലാന്ന് തോന്നുന്നു എന്നൊക്കെ അവൻ ഫോട്ടോസ് നോക്കി പറയുന്നുണ്ട്. അങ്കിൾ ഗുവിനൊപ്പമായിരുന്നു അവൻ ഈ സമയം. അവൻ ഫോണിൽ നോക്കി നിൽക്കുന്നത് കണ്ട് അദ്ദേഹം പുറകിൽ കൂടി വന്ന് നോക്കുന്നു. കാര്യം മനസ്സിലായപ്പോൾ അദ്ദേഹം അവളെക്കുറിച്ച് ചോദിക്കുന്നു. അവളോട് താല്പര്യമുണ്ടെങ്കിൽ അതിങ്ങനെ ഒളിപ്പിച്ചു വെക്കാതെ തുറന്നു കാണിക്കണം അദ്ദേഹം പറയുന്നു. അവൾ അവനെക്കുറിച്ച് എഴുതിയ ഇൻ്റർവ്യൂ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതേപോലെ ഒരു ഇൻ്റർവ്യൂ ആൾക്കൊപ്പം ചെയ്യാൻ താല്പര്യമുണ്ട്. അതിന് അവളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഷുയിയും റുവോയും കൂടി മഞ്ഞിൽ കുറേ സമയം കളിച്ച ശേഷം റുവോ അവളുടെ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. എന്തായാലും ഇത് കാണുമ്പോൾ ഷിയാൻ നിനക്ക് മെസ്സേജ് അയക്കും എന്ന് അവൾ ഷുയിക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. റുവോ പറഞ്ഞ പോലെ തന്നെ അങ്കിളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ആ ഫോട്ടോ കണ്ട ഷിയാൻ നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് ചോദിച്ച് അവൾക്ക് മെസ്സേജ് അയക്കുന്നു. റുവോയുടെ സൂത്രം വർക്കൗട്ട് ആയത് കണ്ട് ഷുയി ശരിക്കും സന്തോഷിക്കുന്നു. അവൾ അപ്പോൾ തന്നെ അവന് റിപ്ലൈ നൽകാൻ തുടങ്ങിയെങ്കിലും റുവോ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് അങ്കിൾ ഗുവിന് നിന്നെ മീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും മെസ്സേജ് അയച്ചത്. ശരിക്കും നിന്നെ മിസ് ചെയ്യുന്നത് അവനാണ്, മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതും അവനാണ്. അത് നേരിട്ട് പറയാനുള്ള മടി കാരണം അവൻ ഇങ്ങനെ മറ്റൊരാളുടെ പേര് പറയുന്നതാണ് എന്ന് റുവോ അവളോട് പറയുന്നു. ഈ അങ്കിൾ ഗു ആരാണെന്ന് ഷുയിക്ക് ആദ്യം മനസ്സിലാക്കുന്നില്ല. കുറച്ചു നേരം ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ആളിനെ പിടി കിട്ടിയത്. അങ്കിളിൽ നിന്നെ കൊണ്ട് ഇൻ്റർവ്യൂ എടുപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നുകൂടി അവൻ മെസ്സേജ് അയച്ചപ്പോഴേക്കും റുവോയുടെ ഉപദേശം ഒക്കെ തള്ളിക്കളഞ്ഞ് ഞാനിപ്പോൾ തന്നെ തിരികെ വരാൻ ടിക്കറ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് അവന് മെസ്സേജ് അയക്കുന്നു. ഇൻ്റർവ്യൂ തരപ്പെടുത്തി തന്നതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് കുറേ സ്റ്റിക്കറും അയക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ട മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാനും തുടങ്ങുന്നു. അടുത്ത ദിവസം തന്നെ അവൾ തിരിച്ചെത്തുന്നു. എയർപോർട്ടിൽ നിന്ന് ടാക്സിയിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്, ഉടനെ തന്നെ അങ്കിളിൻ്റെ അടുത്ത് എത്തും എന്ന് പറഞ്ഞ് അവൾ ഷിയാന് മെസ്സേജ് അയക്കുന്നു. അവളെ കാണാൻ വേണ്ടി അവൻ അപ്പോൾ തന്നെ അങ്കിളിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. അവൻ്റെ ഉദ്ദേശം അറിയാവുന്നതിനാൽ ഞാൻ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് അവളുമായിട്ടല്ലേ, നീ എന്തിനാണ് നേരത്തെ തന്നെ എത്തിയതെന്ന് ചോദിച്ച് അങ്കിൾ അവനെ കളിയാക്കുന്നു. ഷുയി പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ മറ്റൊരു വണ്ടി വന്നിടിച്ച് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നു. രണ്ട് വണ്ടിയുടെയും ഡ്രൈവർമാർ തമ്മിൽ അതിൻ്റെ പേരിൽ വഴക്ക് തുടങ്ങുന്നുണ്ട്. അവളും ഇറങ്ങിച്ചെന്ന് എന്താണ് സംഭവം എന്ന് അന്വേഷിക്കുന്നു. അതേ സമയത്താണ് പറഞ്ഞത് സമയം കഴിഞ്ഞിട്ടും അവൾ എത്താത്തതിനാൽ ഷിയാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചത്. ആക്സിഡന്റ് കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അസ്തനെ വണ്ടിയുമായി പറഞ്ഞയക്കാമെന്ന് പറഞ്ഞ് അവൻ സ്ഥലം ഏതാണെന്ന് ചോദിച്ചറിയുന്നു. പക്ഷേ ചെന്നത് അവൻ നേരിട്ടാണ്. അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവന് സമാധാനമായത്. സഞ്ചരിച്ചിരുന്ന കാറിന്റെ ബാറ്ററിയുടെ പ്രശ്നം കാരണമാണ് ആക്സിഡന്റ് ഉണ്ടായത് എന്നവർക്ക് സംശയം തോന്നിനാൽ അന്വേഷണത്തിന് വന്ന പോലീസുകാരോട് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാൻ അവൾ താല്പര്യം കാണിക്കുന്നു. ഷിയാന്റെ കമ്പനി അടുത്തായി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതേ കമ്പനിയുടെ ബാറ്ററി തന്നെയാണ് ആ വണ്ടിയിൽ എന്ന് അറിഞ്ഞപ്പോൾ അവനും അതിൽ താല്പര്യം കാണിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി പോലീസുകാരോട് അതിനെക്കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട്. പക്ഷേ ബാറ്ററിയുടെ കുഴപ്പം കൊണ്ട് തന്നെയാണോ ആക്സിഡന്റ് സംഭവിച്ചതെന്നത് എന്ന് ഇതുവരെ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തൽക്കാലം അവർ മടങ്ങുന്നു. അങ്കിളിനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞിരുന്നതിനാൽ അവൾ വേഗം ടാക്സിയിൽ നിന്ന് പെട്ടിയും എടുത്ത് അവൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഓടിപ്പോയി അവൻ്റെ വണ്ടിയിൽ കയറുന്നു. ഷിയാൻ ചിരിച്ചുകൊണ്ട് പെട്ടിയുമായി പുറകെ ചെല്ലുന്നുണ്ട്. യുലിങ് അവിടുത്തെ 3 പ്രധാനപ്പെട്ട കമ്പനികളുടെ വൈസ് പ്രസിഡന്റുമാരുമായി ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചീഫിനെ അറിയിക്കുന്നു. മാഗസിൻ്റെ അടുത്ത എഡിഷനിൽ ഫസ്റ്റ് പേജിൽ തന്നെ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവൾ വന്നിരിക്കുന്നത്. 3 കമ്പനികളുടെ വൈസ് പ്രസിഡന്റുമാരെ ഒരുമിച്ച് കിട്ടുന്നത് വളരെ അപൂർവമായതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് തന്നെയാണത്. ഫസ്റ്റ് പേജിൽ തന്നെയാണ് വരേണ്ടത്. അതുകൊണ്ട് ഫ്രണ്ട് പേജ് അവൾക്ക് തന്നെ കൊടുക്കാം എന്ന് ചീഫ് ഉറപ്പിച്ചു പറയുന്നു. അവൾ പുറത്തേക്ക് പോയ ശേഷമാണ് ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയെങ്കിലും നേരെ ഓഫീസിലേക്ക് വരുന്നില്ല. ഗുവാനെ ഇന്റർവ്യൂ ചെയ്യാനായി പോവുകയാണെന്ന് പറഞ്ഞ് ഷുയി ചീഫിന് മെസ്സേജ് ചെയ്തത്. ഗുവാനെ ഇന്റർവ്യൂ ചെയ്യാൻ അവൾക്ക് ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ചീഫ് ശരിക്കും അത്ഭുതപ്പെടുന്നു. ഇന്റർവ്യൂ നന്നായി നടത്താൻ അവൾക്ക് മെസ്സേജ് അയച്ച ശേഷം അവർ ഗുവാനെ കോൺടാക്ട് ചെയ്യുന്നു. ശരിക്കും അവർ തമ്മിൽ ഇപ്പോൾ സീക്രട്ട് റിലേഷനിലാണ്. അതുകൊണ്ട് ഇങ്ങനൊരു ഇന്റർവ്യൂവിൻ്റെ കാര്യം ആദ്യം എന്താണ് തന്നെ അറിയിക്കാതിരുന്നത് ചീഫ് ഒരു പരാതി പോലെ ചോദിക്കുന്നുണ്ട്. ഡ്യൂട്ടി ടൈമിൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഷുയിയുടെ ഇന്റർവ്യൂകൾ വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവളെ കൊണ്ട് തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യപ്പെട്ടത്.
അതിനെക്കുറിച്ച് വൈകിട്ട് തമ്മിൽ കാണുമ്പോൾ വിശദമായി പറയാം എന്ന് ഗുവാൻ പറയുന്നു. ചീഫ് അതിന് ഓക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. പക്ഷേ ഗുവാൻ യുലിങ് കുറച്ചു മുമ്പ് പറഞ്ഞ വൈസ് പ്രസിഡന്റുമാരെക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ മെയിൻ പേജിൽ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. യുലിങ്ങിനോട് അതിനെക്കുറിച്ച് എങ്ങനെ പറയണമെന്നറിയാതെ ചീഫ് ആകെ കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. ഷുയി ഷിയാന്റെ ഒപ്പം അങ്കിളിന്റെ വീട്ടിലെത്തുന്നു. അദ്ദേഹം അവർക്ക് ചായ കൊടുത്ത് സൽക്കരിക്കുന്നുണ്ട്. അവിടെ ഒരുമിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ ബിസിനസ് ട്രിപ്പിന് പോയിട്ട് താൻ വരാൻ ലേറ്റായി ഷിയാന് പിണക്കമുണ്ട് എന്ന് ഷുയിക്ക് മനസ്സിലാക്കുന്നു. അതവളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അവൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ അവരെ ശല്യപ്പെടുത്താൻ പുറത്തിറങ്ങി നിൽക്കുന്നു. പക്ഷേ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടും സമയം അത്രയും കടന്നുപോയതൊന്നും അറിയാതെ അവർ പിന്നെയും സംസാരിച്ചിരിക്കൊണ്ടിരിക്കുന്നതിനാൽ അവൻ അകത്തേക്ക് കയറിച്ചെന്ന് ലഞ്ച് കഴിക്കാൻ സമയമായി എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം അവർക്കുള്ള ലഞ്ച് റെഡിയാക്കിയിരുന്നതിനാൽ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവരെ ക്ഷണിക്കുന്നു. ഷിയാൻ എന്തെങ്കിലും എതിർപ്പ് പറയുന്നതിന് മുമ്പ് ഷുയി ഓടിച്ചെന്ന് ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ കുതിര ഫാമിലേക്ക് വരാൻ അദ്ദേഹം ക്ഷണിക്കുന്നു. ഷിയാൻ കുട്ടിക്കാലത്ത് പതിവായി അവിടെ വരുമായിരുന്നെങ്കിലും ഇപ്പോൾ ബിസിനസിന്റെ തിരക്കുകൾ കാരണം വളരെ അപൂർവമായിട്ടാണ് എത്താറുള്ളത്. ഒരുപാട് കാലത്തിന് ശേഷം വന്നപ്പോൾ നിന്നെയും കൂട്ടിക്കൊണ്ടാണ് വന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അവന്റെ ചെറുപ്പത്തിലെ ശീലങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു. അവന്റെ അച്ഛന്റെ കമ്പനി വളരെ മോശം അവസ്ഥയിലായിരുന്ന സമയത്ത് അവൻ അത് നോക്കി നിർത്താൻ തയ്യാറാകാതെ ഉപേക്ഷിച്ചു പോയി എന്നാണല്ലോ പുറത്തൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ സംഭവിച്ചത് അങ്ങനെയല്ല. അത് നോക്കി നിർത്താൻ അവനേക്കാൾ അർഹനായ അവന്റെ ബ്രദറിലോയെ അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടാണ് അവൻ അവിടെ വിട്ടു പോയത്. പുറത്തുള്ളവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇന്നത്തെ നിലയിൽ എത്തിപ്പെടാൻ അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പക്ഷേ ഇതൊന്നും ആരോടും തുറന്നു പോകാൻ സംസാരിക്കാൻ അവനിതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവരും അവനെക്കുറിച്ച് ഇങ്ങനെ മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം അവളോട് പറയുന്നുണ്ട്. എന്തായാലും ഷിയാനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അവൾക്ക് സാധിക്കുന്നു. അങ്കിളിങ്ങനെ നിർത്താതെ തന്നെക്കുറിച്ച് സംസാരിക്കുന്ന കാരണം ഷിയാൻ ഇടയ്ക്ക് കയറുന്നുണ്ട്. ഇങ്ങനെ സുന്ദരിയായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിനെ കണ്ടാൽ ആരാണ് സംസാരിക്കാൻ താല്പര്യം കാണിക്കാത്തത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അത് ശരിയാണ്, അവന് സുന്ദരിമാരായ ജേർണലിസ്റ്റുകളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ കോൺഫറൻസിൽ നിന്നപ്പോൾ അവൻ ഷിയെ നോക്കിയിരുന്നതിനെക്കുറിച്ച് അവൾ സൂചിപ്പിക്കുന്നു. അവൾ നീസാണ് എന്ന് അവൻ ഇപ്പോഴും പറയുന്നില്ല. അവർ തമ്മിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് വഴക്കിടാൻ തുടങ്ങുന്ന കണ്ട് അങ്കിൾ പതുക്കെ എന്തോ എടുക്കാൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിക്കൊടുക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവളെക്കുറിച്ച് അന്വേഷിച്ചതിനും അവളോട് സംസാരിച്ചതിനുമൊക്കെ പറഞ്ഞ് ഷീ അവനോട് വഴക്കുണ്ടാക്കുന്നു. അതിന് പരിഹാരമായി മുന്നിലിരിക്കുന്ന കൊഞ്ച് അവൾക്ക് പൊളിച്ചു കൊടുക്കാൻ പറഞ്ഞെങ്കിലും അവനതിന് തയ്യാറാകുന്നില്ല. അവസാനം അവൾ തന്നെ അത് പൊളിച്ച് അവൻ്റെ പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിണക്കമൊക്കെ മാറിയപ്പോഴാണ് രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ ഇറങ്ങിയത്. വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ ഉടനെ വണ്ടിയിലേക്ക് കയറണ്ട, കുറച്ച് നടന്നാൽ കൊള്ളാമെന്നുണ്ട് എന്നവൾ താല്പര്യം പറഞ്ഞപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും നിന്റെ ഡിമാൻഡുകൾ കൂടി വരികയാണല്ലോ എന്നവൻ പരാതി പോലെ പറയുന്നു. ബിസിനസ് ട്രിപ്പിന് പോയ സമയത്ത് മഞ്ഞിൽ കളിക്കുന്നത് കണ്ട് അവൻ അസൂയപ്പെട്ടതിനെക്കുറിച്ച് അവൾ ഒരു കവിത പോലെ പറഞ്ഞപ്പോൾ അവൻ്റെ ദേഷ്യമൊക്കെ മാറുന്നുണ്ട്. അവൻ നല്ല മൂഡിലാണെന്ന് മനസ്സിലായപ്പോൾ അവൾ ഉടനെ അവൻ്റെ കമ്പനിയെക്കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്പെഷ്യൽ ഫീച്ചറിനെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ റൊമാൻറ്റിക്കായി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവളിങ്ങനെ ജോലിയുടെ കാര്യം പറയുന്നത് അവനെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്. അവൻ ഉടനെ തന്നെ വിഷയം മാറ്റി അവളെ പറഞ്ഞു വിടാൻ തുടങ്ങിയെങ്കിലും അവൾ വീണ്ടും മാറ്റി പുറകെ കൂടുന്നു. അവസാനം ഇന്റർവ്യൂ ചെയ്യാൻ അനുവാദം നൽകാമെന്ന് അവൻ സമ്മതിക്കുന്നു. പക്ഷേ 2 കണ്ടീഷൻ വെക്കുന്നുണ്ട്. അവൻ്റെ ഡെയിലി ജോലി ചെയ്യുന്ന രീതിയും കമ്പനിയുടെ പ്രവർത്തന രീതിയും ഒക്കെ വളരെ വ്യക്തമായി അടുത്തുനിന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇന്റർവ്യൂ തയ്യാറാക്കാവൂ. ഇന്റർവ്യൂവിൻ്റെ ഡ്രാഫ്റ്റ് ശരിയായി കഴിയുമ്പോൾ വായിച്ച് നോക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനത് ഹോൾഡ് ചെയ്ത് വെക്കും. 2 കണ്ടീഷനല്ല 200 കണ്ടീഷൻ വേണമെങ്കിലും അംഗീകരിക്കാൻ അവൾ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അവനോട് പിന്നെയും കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നതിനാൽ ഡ്രൈവറോട് അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ ഏൽപ്പിക്കുന്നു. അവളോട് നല്ല ഇഷ്ടമുണ്ടെങ്കിലും ഒരു റിലേഷനിൽ ആവണോ വേണ്ടയോ എന്ന് അവൻ ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ചുകൂടി നന്നായി അവളെ മനസ്സിലാക്കിയ ശേഷം അവളുടെ ഉദ്ദേശം എന്താണെന്ന് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞിട്ട് മാത്രം ഒരു തീരുമാനം എടുത്താൽ മതിയെന്ന് അവൻ ഉറപ്പിക്കുന്നു. ഷുയി നേരത്തെ തിരികെ പോകുന്നെങ്കിലും റുവോ അപ്പോഴും അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയായിരുന്നു. തിരികെ പോകാൻ എയർപോർട്ടിലെത്തിയപ്പോൾ അവൾ ഫ്ലൈറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇടുന്നുണ്ട്. ഗുവാൻജി അത് കാണണമെന്ന ഉദ്ദേശത്തോടെയാണ് അവൾ അങ്ങനെ ചെയ്തത്. അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ നാട്ടിൽ എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ അവൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി തന്നെയാണ് അവൻ വന്നിരിക്കുന്നതെന്ന് അറിയാമെങ്കിലും അത് പുറത്ത് കാണിക്കാതെ എപ്പോഴത്തെ പോലെ കുറച്ച് ജാടയിട്ടാണ് അവൾ സംസാരിച്ചത്. അവളുടെ ആ രീതി അറിയാവുന്നത് കൊണ്ട് അവനും അതിനൊപ്പം പറഞ്ഞു നിൽക്കുന്നു. അവൻ്റെ കൂടെ തന്നെയാണ് അവൾ തിരികെ പോയത്. സില്ലാൻ എന്നൊരു ബാറ്ററി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഷിയാന്റെ കമ്പനിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസവും അതിനെക്കുറിച്ചുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നു. ഷുയി എയർപോർട്ടിൽ നിന്ന് വന്ന സമയത്ത് വണ്ടി ആക്സിഡന്റ് ആക്കാൻ കാരണം ബാറ്ററിയുടെ കംപ്ലൈന്റ് ആണ് എന്നുകൂടി അറിഞ്ഞതോടെ എടുത്തു ചാടി ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാനാണ് ഷിയാൻ ഇപ്പോഴും താല്പര്യം. ബാറ്ററിയുടെ പോരായ്മ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് മീറ്റിംഗിൽ അവൻ സൂചിപ്പിച്ചെങ്കിലും ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വളരെയധികം താല്പര്യം കാണിച്ചുകൊണ്ടിരുന്ന അങ്കിൾമാരും അവന് സപ്പോർട്ട് ചെയ്യുന്നവർ ശക്തമായി അതിനെ എതിർക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരിക്കൽ കൂടി പഠനം നടത്തിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് ഫൈനൽ തീരുമാനം അവൻ അറിയിക്കുന്നുണ്ട്. ബാറ്ററിയുടെ പോരായ്മ കാരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവൻ ഗുവാൻജിയെയും ഗുയുവിനെയും കാണിക്കുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ തീരുമാനം തന്നെയാണ് ശരിയെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ബാറ്ററിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നേരിട്ട് പോയി അന്വേഷണം നടത്താൻ ഷിയാൻ തീരുമാനിക്കുന്നു. ഷുയി അന്ന് ഓഫീസിലെത്തി ഗുവിൻ്റെ ഇന്റർവ്യൂവിൻ്റെ ഡ്രാഫ്റ്റ് റെഡിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യുലിങ് അവളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നു. ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടും ഓഫീസിലേക്ക് വരാതെ അവൾ ആരെയും ഇന്റർവ്യൂ ചെയ്യാൻ പോയിരുന്നു എന്ന് യുലിങ് അറിഞ്ഞിരുന്നു. പക്ഷേ ആരെയാണ് ഇന്റർവ്യൂ ചെയ്തതെന്ന് അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ലവ് ലൈഫ് ഫെയിലായെങ്കിലും കരിയറിൽ ഉയർച്ചയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് യുലിങ് അവളെ കളിയാക്കൊണ്ട് നിൽക്കുമ്പോൾ ചീഫ് അവളെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. അകത്ത് ചെന്ന ശേഷമാണ് ഇത്തവണയും മെയിൻ പേജ് അവൾക്ക് നൽകാൻ കഴിയില്ലെന്ന് ചീഫ് അറിയിച്ചത്. ഇത്തവണ മെയിൻ പേജ് നൽകാമെന്ന് വാക്ക് തന്നിരുന്നല്ലേ. വളരെ ബുദ്ധിമുട്ടിയാണ് 3 പ്രസിഡന്റുമാരെയും ചേർത്ത് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഒരേപോലെ ഇന്റർവ്യൂ നടത്താനായത്. എന്നിട്ട് ഇങ്ങനെ വാക്ക് മാറ്റി ശരിയില്ലെന്നൊക്കെ പറഞ്ഞ് യുലിങ് ശരിക്കും പ്രതിഷേധിക്കുന്നു. ഷുയി കഴിഞ്ഞ ദിവസം ഗുവിനെ ഇന്റർവ്യൂ ചെയ്ത ആദ്യത്തെ ഡ്രാഫ്റ്റ് അന്ന് രാവിലെ തന്നെ സബ്മിറ്റ് ചെയ്ത വിവരം ചീഫ് അറിയിക്കുന്നു.
അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ മുൻപേജിൽ നൽകിയില്ലെങ്കിൽ മാഗസിന് തന്നെ അത് ചീത്തപ്പരായിരിക്കും എന്ന് ചീഫ് പറയുന്നു. ഇത്ര പെട്ടെന്ന് അവൾക്ക് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കിട്ടിയെന്നറിഞ്ഞപ്പോൾ അത് ജെനുവിൻ ആണോ എന്ന് സംശയമുണ്ടെന്ന് യുലി പരാതിപ്പെടുന്നു. ഞാൻ നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് ബോധ്യപ്പെടുത്താണെന്ന് ചീഫ് അറിയിച്ചപ്പോൾ ഷീ നേരായ വഴിയിലൂടെ ആയിരിക്കില്ല ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തരപ്പെടുത്തിയത്. അവൾ അദ്ദേഹത്തെ വശീകരിച്ചതായിരിക്കണം എന്നൊക്കെ യുലി ആരോപിക്കുന്നു. അദ്ദേഹം അങ്ങനെ പ്രലോഭനങ്ങളിൽ നിന്നും വീഴുന്ന ഒരു വ്യക്തിയല്ല, എനിക്ക് നേരിട്ടറിയാവുന്ന ആളാണ്. മാത്രമല്ല ഷീ ഒരിക്കലും അങ്ങനെ ഒരു മാർഗ്ഗം സ്വീകരിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ചീഫ് അവൾക്ക് താക്കീത് നൽകുന്നുണ്ട്. യുലിങ് വളരെ ദേഷ്യത്തിലാണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. നേരെ ഷീയുടെ മുന്നിലേക്ക് ചെന്ന് അവളെ ആക്ഷേപിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. അവളുടെ സൗന്ദര്യം കാണിച്ച് മയക്കാണ് അവൾ ഇന്റർവ്യൂ തരപ്പെടുത്തിയതെന്ന രീതിയിലാണ് യുലിങ്ങിന്റെ സംസാരം. അങ്ങനെ എന്റെ സൗന്ദര്യം ജോലിക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഇങ്ങനെ എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കില്ലായിരുന്നു എന്ന് ഷീ തിരിച്ചു പറയുന്നുണ്ട്. ഓഫീസിലുള്ള എല്ലാവരും അവർക്ക് ചുറ്റും കൂടി നിന്ന് ശ്രദ്ധിക്കുകയാണ്. ചീഫ് പുറത്തേക്ക് ഇറങ്ങി വന്ന് എല്ലാവരെയും വഴക്ക് പറഞ്ഞ് പിരിച്ചുവിടുന്നു. ഷീയെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നുമുണ്ട്. ഷിയാൻ ഇന്റർവ്യൂ സീരീസിനെ സംബന്ധിച്ചവരും അവൾ നേരത്തെ തന്നെ ചീഫിനോട് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് അവർ വിളിപ്പിച്ചത്. ഈ സ്പെഷ്യൽ ഇന്റർവ്യൂ ഡിജിറ്റൽ മാഗസിനിൽ പബ്ലിഷ് ചെയ്യാനാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഷിയാനും അതിനാണ് അനുവാദം നൽകിയിരിക്കുന്നത്. ചീഫ് എഡിറ്ററും അനുവാദം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഇന്റർവ്യൂവിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് ഡിജിറ്റൽ മാഗസിൻ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ആലോചിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതുമായി മുന്നോട്ട് പോയിക്കൊള്ളാൻ ചീഫ് അവൾക്ക് പെർമിഷൻ നൽകുന്നു. മാഗസിനിലേക്കുള്ള മെയിൻ ഇന്റർവ്യൂ റെഡിയാക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതിനും കൂടി അവൾക്ക് സമയം തികയുമെന്ന് ചീഫ് ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് അവൾ. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ഉടൻ തന്നെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് അവൾ ഷിയാൻ മെസ്സേജ് അയക്കുന്നു. പക്ഷേ എന്തിനാണ് താങ്ക്സ് പറഞ്ഞതെന്ന് അവന് മനസ്സിലാക്കുമോ എന്ന് അവൾ സംശയിക്കുന്നുണ്ട്. മനസ്സിലായില്ലെങ്കിൽ തന്നെ വിളിച്ചു ചോദിക്കുമ്പോൾ വിശദമായി പറഞ്ഞിട്ട് ഒന്നുകൂടി താങ്ക്സ് പറയാം എന്ന് അവൾ തീരുമാനിക്കുന്നു. പക്ഷേ അന്ന് വൈകുന്നേരമായിട്ടും അവൻ റിപ്ലൈ നൽകാത്തതിനാൽ അവൾ വീണ്ടും അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുന്നു. ബിസിയാണെന്ന് മാത്രം അവൻ റിപ്ലൈ നൽകുന്നു. ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ എപ്പോൾ സമയം കിട്ടുമെന്ന് അവൾ മെസ്സേജ് ഇടുന്നുണ്ട്. അവൻ അച്ഛനും ചേച്ചിക്കും ഒപ്പം ഡിന്നർ കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ജോലി കഴിഞ്ഞ് ഷിയയും എത്തിയിട്ടുണ്ട്. അവളുടെ അമ്മയ്ക്ക് പലപ്പോഴുമാണ് ഇങ്ങനെ വീട്ടിലേക്ക് വരാൻ ചാൻസ് കിട്ടുന്നത്. അതുകൊണ്ട് അച്ഛൻ അവളുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അമ്മ അവളുടെ ഓഫീസിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അന്നത്തെ സംഭവം അവൾ പറയുന്നു. ഷീ അവൾക്കൊപ്പം പ്രോഗ്രാം കാണാൻ വന്നതുകൊണ്ട് അമ്മയ്ക്കും ഇപ്പോൾ അവളെ അറിയാം. അങ്കിൾ ഗുവിനെ ഇന്റർവ്യൂ ചെയ്യാൻ ഷൂയ്ക്ക് അങ്ങനെ ചാൻസ് കിട്ടി. പക്ഷേ അവളുടെ സൗന്ദര്യം കാണിച്ചാണ് അത് നേടിയെടുത്തത് എന്നാണ് മറ്റൊരു സീനിയർ പറഞ്ഞത്. അവൾ അതിന് തക്ക മറുപടി നൽകിയെന്നൊക്കെ ഷിയ അവിടെ നടന്ന സംഭവങ്ങൾ വിശദമായി അമ്മയോട് പറയുന്നു. ഇടയ്ക്ക് വെള്ളമെടുക്കാൻ എഴുന്നേറ്റ് പോയി ഷിയാൻ തിരികെ വരുമ്പോഴാണ് ഇതെല്ലാം കേട്ടത്. ഷീ അങ്ങനെ സൗന്ദര്യം കാണിച്ച് മയക്കാതിരുന്നെങ്കിൽ ഷീയുടെ പുറകെ എത്ര ആണുങ്ങളാണ് നടക്കുന്നതെന്ന് അറിയാമോ? ഓഫീസിൽ തന്നെ ഒരുപാട് പേർ അവളെ സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. വേറെയും പലരും അവളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനായി നടക്കുന്നുണ്ട് എന്നൊക്കെ ഷിയെ പറയുന്നത് കേട്ടപ്പോൾ ഷിയ ദേഷ്യം വരുന്നു. അവളോട് സംസാരം അവസാനിപ്പിക്കാൻ അവൻ പറയുന്നുണ്ട്. അങ്കിൾ ദേഷ്യപ്പെടാൻ മാത്രം താൻ എന്താണ് പറഞ്ഞതെന്ന് അവൾക്ക് അപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഷിയെ കുറിച്ച് മാറുന്ന ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് അവൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് കാണുന്നത്. വീക്കെൻഡിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകാം എന്നാണ് റിപ്ലൈ നൽകുന്നു. ഷീ ശരിക്കും ഹാപ്പി ആകുന്നുണ്ട്. പക്ഷേ അവൾ വീക്കെൻഡിൽ അവൻ്റെ ഒപ്പം ഡേറ്റിന് പോകാൻ വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ അമ്മ അവിടെ എത്തുന്നു. അതോടെ സകല പ്ലാനിങ്ങും തെറ്റുന്നു. അമ്മ അവളെ കൂട്ടി യുവിനെ മീറ്റ് ചെയ്യാനായി പോകുന്നു. അവർക്കൊപ്പം അവൾക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നു. രണ്ടുപേരെയും കൂടി എങ്ങനെയെങ്കിലും സെറ്റാക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് അമ്മ. അവൾക്ക് അവനോട് നല്ല താല്പര്യമുണ്ട് എന്ന രീതിയിൽ അമ്മ ഓരോന്ന് കയറ്റി പറയുകയാണ്. ഷീ എന്ത് പറയണമെന്ന് പോലും അറിയാൻ വയ്യാതെ അവിടെ പെട്ടുപോകുന്നു. ഷിയാന്റെ ഒപ്പം ഒറ്റയ്ക്ക് ഡിന്നർ കഴിക്കാനുള്ള ചാൻസ് അമ്മ മിസ്സാക്കിയതായിരുന്നു അവൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം. ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് പോകാൻ ടൈം ഉണ്ടോ എന്ന് ചോദിച്ച് ഷിയ ഈ സമയം യുവിന് മെസ്സേജ് അയക്കുന്നു. നാട്ടിൽ നിന്ന് മുതിർന്ന ഒരു റിലേറ്റീവ് വന്നിട്ടുണ്ട്, അവർക്കൊപ്പമാണ്, വരാൻ കഴിയില്ല എന്ന് അവൻ റിപ്ലൈ നൽകിയെങ്കിലും തന്നെ ഒഴിവാക്കാൻ വേണ്ടി അവൻ എക്സ്ക്യൂസ് പറയുകയാണെന്നാണ് അവൾ കരുതിയത്. ആൾറെഡി ടിക്കറ്റ് വാങ്ങിപ്പോയത് കൊണ്ട് അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി ഒരുമിച്ച് സിനിമയ്ക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചവൾ ഷൂയ്ക്ക് മെസ്സേജ് അയക്കുന്നു. നാട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട്, അമ്മയ്ക്കൊപ്പം സമയം ചിലവഴിക്കുകയാണ്, വരാൻ കഴിയില്ല എന്ന് അവൾ റിപ്ലൈ നൽകിയപ്പോൾ കൂടെ വരാൻ ആരുമില്ലല്ലോ എന്നോർത്ത് ഷിയെ ആകെ വിഷമിക്കുന്നു. ഫുഡ് കഴിച്ച ശേഷം എങ്ങനെയെങ്കിലും അമ്മയെ പറഞ്ഞു വിട്ടിട്ട് ഷിയാന്റെ അടുത്തേക്ക് പോകാമെന്നായിരുന്നു ഷീ കരുതിയത്. പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് കുറച്ച് സമയം നടക്കാമെന്ന് അമ്മ സജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോഴൊന്നും പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായതോടെ അമ്മ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് വരാൻ കഴിയില്ല, മറ്റൊരു ദിവസം ഒരുമിച്ച് ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ ഷിയാന് മെസ്സേജ് അയക്കുന്നു. അവൻ പോകാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ മെസ്സേജ് കണ്ടത്. അതോടെ നിരാശനായി അതൊക്കെ തിരികെ എടുത്ത് വെക്കുന്നുണ്ട്. മാളിലൂടെ നടക്കുന്ന കൂട്ടത്തിൽ തിയേറ്ററിന് മുന്നിലെത്തിയപ്പോൾ അമ്മ ആൾറെഡി വാങ്ങി വെച്ചതിൻ്റെ 2 ടിക്കറ്റുകൾ എടുത്ത് അവൾക്ക് നൽകിയിട്ട് അവർ ഒരുമിച്ച് സിനിമ കാണാൻ നിർബന്ധിക്കുന്നു. ഷീ ഒഴിഞ്ഞു മാറാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അമ്മ വിടുന്നില്ല. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് കാണാൻ പറ്റിയ സിനിമയാണ്, അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ശല്യമാക്കുന്നില്ല, വീട്ടിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മ അവരുടെ രണ്ടുപേരുടെയും കൈ ഒരുമിച്ച് പിടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വെള്ളം വാങ്ങാനെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോകുന്നു. അമ്മയുടെ നിർബന്ധം കാരണം അവർക്ക് ഒരുമിച്ച് സിനിമ കാണേണ്ടി വരുന്നു. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് അമ്മയുടെ ഗിഫ്റ്റാണെന്ന് പറഞ്ഞ് തിയേറ്ററിന് മുന്നിലുണ്ടായിരുന്ന സിനിമയുടെ പോസ്റ്റർ ഫോട്ടോ എടുത്ത് അവൾ ഷിയാൻ അയക്കുന്നുണ്ട്. അവർ അകത്ത് കയറി സിനിമ കണ്ടു തുടങ്ങിയപ്പോഴാണ് അമ്മയ്ക്കൊപ്പമാണോ സിനിമ കാണുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഷിയാൻ മെസ്സേജ് അയച്ചത്. കാണുന്നതാണ് അവൾ പറഞ്ഞത്. അമ്മ ഇങ്ങനെയുള്ള സിനിമയൊക്കെ കാണാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞ് അവൾ തൽക്കാലം ചാറ്റിങ് അവസാനിപ്പിക്കുന്നു. ഷിയെ കണ്ടുകൊണ്ടിരുന്ന സിനിമയുടെ സ്റ്റോറി പറഞ്ഞുകൊണ്ട് യുവിന് മെസ്സേജ് അയക്കുന്നു. അവൾ അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി അവൻ ചുറ്റും നോക്കിയപ്പോഴാണ് കുറച്ച് മുന്നിലായി അവൾ തനിച്ചിരിക്കുന്നത് കണ്ടത്. സ്ക്രീനിൽ കാണുന്ന ഓരോന്നും അവൾ വിവരിച്ച് മെസ്സേജ് അയക്കുന്ന കണ്ടപ്പോൾ അവൻ ചിരിച്ചതല്ലാതെ റിപ്ലൈ ഒന്നും നൽകുന്നില്ല. ഷീ ആകെ ബോറടിച്ചിരുന്നാണ് സിനിമ കണ്ടു തീർത്തത്. പോകാനിരുന്നിട്ടപ്പോൾ ഷിയെ മുന്നിലെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് അവളും കാണുന്നു. ഇവിടെ വെച്ച് അവൻ്റെ ഒപ്പം തന്നെ കണ്ടാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാക്കുമെന്ന് കരുതി എനിക്ക് പരിചയമുള്ള ഒരാളെ കണ്ടു, അതുകൊണ്ട് ഞാൻ തനിച്ചു പോവുകയാണെന്ന് പറഞ്ഞ് അവൾ വേഗം യാത്ര പറഞ്ഞു പോകുന്നു. യു പുറത്ത് വെച്ച് ഷിയയുമായി മീറ്റ് ചെയ്യുന്നു. മുതിർന്നവർക്കൊപ്പം സമയം ചിലവഴിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ സിനിമയ്ക്ക് തന്നതായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ തന്നെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അവൾ ഉറപ്പിക്കുന്നു. എന്നാലും അവൻ തനിച്ചാണ് വന്നിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സമാധാനമാകുന്നുണ്ട്. സിനിമയ്ക്ക് വരികയായിരുന്നെങ്കിൽ എന്നെ കൂടി വിളിക്കാമായിരുന്നില്ലേ, നമുക്ക് ഒരുമിച്ചിരുന്ന് സിനിമ കാണാമായിരുന്നല്ലോ. ഇപ്പോൾ 2 സ്ഥലത്തിരുന്നാണ് കണ്ടതെങ്കിലും ഒരേ സിനിമ തന്നെ കണ്ടതുകൊണ്ട് ഒരുമിച്ച് കണ്ടതുപോലെ കണക്കൂട്ടാം എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. സമയം അത്രയും ആയതുകൊണ്ട് തിരിച്ച് തന്നെ ഡ്രോപ്പ് ചെയ്യാമോ എന്ന് കൂടി അവൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അവൾ കുറേ നിർബന്ധിച്ചപ്പോൾ അവൻ സമ്മതിക്കുന്നു. വണ്ടിയിലിരിക്കുമ്പോൾ എങ്ങനെയുള്ള സിനിമകൾ കാണാനാണ് അവൻ താല്പര്യമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൻ്റെ സിനിമയുടെ പേര് പറഞ്ഞപ്പോൾ ഞാനും അത് കണ്ടിട്ടുണ്ടെന്ന് അവർ പറയുന്നു. സത്യത്തിൽ അവൾക്ക് ആ സിനിമയെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അപ്പോൾ തന്നെ നെറ്റിൽ തിരിഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസ് തപ്പിയെടുത്ത് അവൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. അവനതൊക്കെ മനസ്സിലായെങ്കിലും മനസ്സിലാക്കാത്ത പോലെ കേട്ടുകൊണ്ടിരിക്കുന്നു.
ഇടയ്ക്ക് അവൾക്ക് സീറ്റിനടുത്ത് നിന്ന് അബദ്ധത്തിൽ ഒരു ലിപ്സ്റ്റിക്ക് കിട്ടുന്നു. അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെതാണോ അത് എന്ന് അവൾ ചോദിച്ചപ്പോൾ അത് നിനക്കെങ്ങനെ മനസ്സിലായി എന്നാണ് അവൻ ചോദിച്ചത്. ശരിക്കും അവന് ഗേൾഫ്രണ്ട് ഉണ്ടായിരിക്കുമെന്ന് തന്നെ അവൾ വിചാരിക്കുന്നു. റുവോ അന്ന് ക്ലബ്ബിലെത്തിയപ്പോൾ ഗുവാൻജി ഓൾറെഡി അവിടെ ഉണ്ട്. അവളെ കണ്ടുകൊണ്ട് അവൻ എഴുന്നേറ്റ് അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ചുകൊണ്ട് അവനെ അവിടെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നു. എൻ്റെ ഗേൾഫ്രണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ഞാൻ ഇവിടെ ഇരുന്നാൽ അവൾക്ക് ദേഷ്യം വരും എന്ന് പറഞ്ഞ് അവൻ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പെണ്ണങ്ങനെ വിടാൻ തയ്യാറാകുന്നില്ല. ഇതൊക്കെ കണ്ട് ശരിക്കും ദേഷ്യം കയറി റുവോ അവനോടൊന്നും മിണ്ടാൻ പോലും നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നു. അവൻ പുറകെ ഓടിച്ചെന്ന് അവളെ പിടിച്ചേറി സംസാരിക്കുന്നുണ്ട്. അവൻ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും അവൾ അതിനെ നിൽക്കാതെ നടന്നാണ് പോയത്. ഷുയി വീടിനടുത്ത് തറയപ്പോഴാണ് അമ്മ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് സിനിമ കഴിഞ്ഞോ, അവൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടോ എന്നൊക്കെ ചോദിച്ചത്. അവൻ എന്തിനാണ് എന്നെ കൊണ്ടുവിടുന്നത്, അവൻ്റെ വീട് ഈ വഴിക്കല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടയിലാണ് ഷിയാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത് അവൾ കണ്ടത്. പറഞ്ഞത് അവൻ കേട്ടെന്ന് മനസ്സിലായപ്പോൾ അവൾ കുറച്ച് പരിങ്ങളുടെ ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാറുന്ന ആരാണെന്ന് അവൻ ചോദിക്കുന്നു. ഒരു ഫ്രണ്ടാണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ എങ്ങനെയുള്ള ഫ്രണ്ടാണ് എന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. ദേ ചന്ദ്രനെ നോക്കിക്കേ, ഇന്ന് നല്ല നിലാവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ വിഷയം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ വളരെ സീരിയസ് ആയി തന്നെ അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ്റെ വരവ് കണ്ടപ്പോൾ ക്രിസ്ത്യാൻ വരികയാണെന്ന് ഇമാജിൻ ചെയ്ത് അവൾ കണ്ടടച്ച് അതിന് റെഡിയായി നിന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്തതിനാൽ കണ്ണു തുറന്നപ്പോഴാണ് എല്ലാം വെറും സങ്കല്പമായിരുന്നു മനസ്സിലാക്കുന്നത്. ആകെ ചമ്മി നിൽക്കുമ്പോഴാണ് അവൻ രണ്ട് കൈ കൊണ്ടും അവളുടെ ചെവി രണ്ട് പൊത്തിപ്പിടിച്ചിട്ട് നീ എന്താണ് ഈ തണുപ്പത്ത് തൊപ്പിയൊന്നും വെക്കാതെ പുറത്തേക്ക് ഇറങ്ങിയെന്ന് ചോദിച്ച് വഴക്ക് പറയുന്നു. അവൻ അതുവഴി പോയപ്പോൾ കയറിയതാണോ അതോ അങ്ങോട്ടേക്ക് വന്നതാണോ എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു. ഞാൻ താമസിക്കുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അപ്പോൾ എനിക്ക് ഈ വഴി വരേണ്ട ഒരു ആവശ്യവുമില്ല എന്നവൻ പറഞ്ഞപ്പോൾ തന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാണെന്നോർത്ത് അവൾ സന്തോഷിക്കുന്നു. അപ്പോഴാണ് റൊമാൻറ്റിക് മൂഡിൽ നിൽക്കുമ്പോൾ അവൾ ബിസിനസ് കാര്യം പറയുന്നതുപോലെ ഇത്തവണ അവൻ തിരിച്ചു പറഞ്ഞത്. കമ്പനിയെക്കുറിച്ചുള്ള സ്പെഷ്യൽ ഇൻ്റർവ്യൂ ചെയ്യാൻ പെർമിഷൻ നൽകി കഴിഞ്ഞപ്പോഴേക്കും അതിനുള്ള മെറ്റീരിയൽസ് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ അവൾ സിനിമയും കണ്ട് പാതിരാത്രി വരെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണെന്ന് ചോദിച്ച് അവൻ കുറ്റപ്പെടുന്നു. ഇത് ചോദിക്കാൻ വേണ്ടിയാണോ ഇത്ര ദൂരം വന്നത്? ഞാൻ ഓഫീസ് ടൈം ഒക്കെ കഴിഞ്ഞ ശേഷമല്ലേ കറങ്ങാൻ പോയത്, അതൊരു തെറ്റല്ലല്ലോ. അതുമാത്രമല്ല ഇൻ്റർവ്യൂവിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എപ്പോഴേ റെഡിയാക്കി കഴിഞ്ഞു, അതിനുവേണ്ടി ഇങ്ങനെ നേരിട്ട് ഒന്ന് സൂപ്പർവൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ അവൾ പറയുന്നു. ആ രീതിക്ക് അവളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ നീ ആർക്കൊപ്പമാണ് സിനിമയ്ക്ക് പോയതെന്ന് ചോദിച്ചാൽ അവൻ വീണ്ടും അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അമ്മയ്ക്കൊപ്പമാണ് പോയതെന്ന് പറഞ്ഞപ്പോൾ അമ്മ എവിടെയെന്ന് അവൻ ചോദിക്കുന്നു. അതിനെന്ത് മറുപടി നൽകണമെന്നറിയാതെ അവൾ നിന്ന് പരിങ്ങുമ്പോഴാണ് അമ്മ അവളുടെ ഫോണിലേക്ക് വിളിച്ചത്. എൻ്റെ അമ്മ ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നു. നീ എന്താണ് മുറിയിലേക്ക് എത്താൻ വൈകുന്നതെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഞാൻ താഴെയുണ്ട്, വേഗം വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് അവനോട് യാത്ര പറഞ്ഞ് അവൾ വേഗം എസ്കേപ്പ് ആവുന്നു. ഷിയാന് സംശയങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം കിട്ടാതെ മടങ്ങേണ്ടി വരുന്നു. അടുത്ത ദിവസം അങ്കിൾ ഗുവിൻ്റെ ഇൻ്റർവ്യൂ പബ്ലിഷ് ആക്കുന്നുണ്ട്. വളരെ നല്ല റെസ്പോൺസാണ് എല്ലാ ഭാഗത്തുനിന്ന് കിട്ടിയത്. ഒരുപാട് പേർ ഓഫീസിലേക്ക് വിളിച്ച് ചീഫിനോട് നേരിട്ട് അഭിനന്ദനങ്ങൾ അറിയുന്നുണ്ട്. ഇന്റർവ്യൂവിന് വേണ്ടി അവളുടെ ഒരു ഡേറ്റ് കിട്ടാൻ പലരും ഇപ്പോൾ ക്യൂവിലാണ്. ഷിയാനും ഇന്റർവ്യൂ വെച്ച് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവൻ്റെ ഒരു പരിചയക്കാരനും അവളുടെ ഇന്റർവ്യൂ റെഡിയാക്കി കൊടുക്കുമോ എന്ന് ചോദിച്ച് അവനെ വിളിക്കുന്നുണ്ട്. ഷുയിക്ക് അതിനുള്ള സമയമുണ്ടോ എന്ന് വിളിച്ച് അന്വേഷിക്കാൻ അവൻ അസിസ്റ്റന്റിനെയാണ് ഏൽപ്പിച്ചത്. പക്ഷേ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആളാരാണെന്ന് അവളോട് ഇപ്പോൾ പറയണ്ട, എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് അവൻ പറഞ്ഞത്. അസിസ്റ്റന്റ് അങ്ങനെ തന്നെയാണ് അവളോട് വിളിച്ച് സംസാരിച്ചത്. പക്ഷേ അവളുടെ ഇന്റർവ്യൂ ഷെഡ്യൂൾ എല്ലാം ബുക്കായി കഴിഞ്ഞിരുന്നു. തൻ്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഞാനും കഴിവുള്ള ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് അസിസ്റ്റന്റുമായി സംസാരിച്ച് ഞാനെ ഇന്റർവ്യൂ ചെയ്യാൻ അയക്കാൻ അവൾ അറേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ പലരും ഷിയുടെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്നതും തിരക്ക് കാരണം അവൾ ഒഴിവാക്കി വിടുന്നതൊക്കെ യുലിങ്ങും അവളുടെ ഫ്രണ്ടും കുറച്ചപ്പുറത്തിന് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഇന്റർവ്യൂ നടത്തിയത് ഇത്രയ്ക്ക് വലിയ മഹാകാര്യമാണെന്നൊക്കെ ചോദിച്ച് ഫ്രണ്ട് അവളെ പരിഹസിക്കുന്ന രീതിയിൽ പറയുന്നത് കേട്ടുകൊണ്ട് അതുവഴി വന്ന് ഞാൻ എന്തായാലും നിങ്ങളെ കൊണ്ട് അതിന് സാധിച്ചില്ലല്ലോ, അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് പറഞ്ഞ് അവരെ കളിയാക്കിയിട്ടാണ് പോയത്. അതും യുലിങ്ങിൻ്റെ മനസ്സിൽ ദേഷ്യം കൂട്ടുന്നുണ്ട്. ചീഫ് ഷുയെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് അന്നത്തെ ഇന്റർവ്യൂ പബ്ലിഷ് ആയതിനു ശേഷം അവളെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്താതെ വന്നുകൊണ്ടിരിക്കുന്ന കോളുകളെക്കുറിച്ച് പറയുന്നു. മാത്രമല്ല അവളുടെ ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടി ആളുകൾ ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ്. ഈ അവസരം നന്നായി പ്രയോജനപ്പെടുത്തിയാൽ അധികം വൈകാതെ അവൾക്ക് ഡെപ്യൂട്ടി എഡിറ്റർ ആക്കാൻ കഴിയും എന്നൊക്കെ ചീഫ് പറയുന്നു. പക്ഷേ ഷുയിക്ക് അതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല. ഡിജിറ്റൽ മാഗസിനെ കുറിച്ചാണ് അവൾ ഇപ്പോഴും സംസാരിച്ചത്. അതുമാത്രമല്ല ഈ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ പ്രധാനമായി ബാറ്ററിയുടെ ഇഷ്യൂവിനെ കുറിച്ച് അന്വേഷിച്ചൊരു ഫീച്ചർ ചെയ്യാനാണ് താല്പര്യം എന്നോ അവൾ പറയുന്നുണ്ട്. കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്, വെറുതെ കുറച്ച് ഇന്റർവ്യൂ എടുത്താൽ മാത്രം നിനക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് ചീഫ് ഉപദേശിച്ചപ്പോൾ ഇന്റർവ്യൂ ഒക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസും എടുത്തുകൊണ്ടാണ് അവൾ പുറത്തേക്ക് പോയത്. തിരിച്ചു വന്ന ശേഷമാണ് ഷിയാൻ്റെ അസിസ്റ്റന്റ് പറഞ്ഞ ഇന്റർവ്യൂവിനെ കുറിച്ച് അവൾ ഞാനോട് പറഞ്ഞത്. അവൾക്ക് കിട്ടിയ നല്ലൊരു അവസരം തനിക്ക് നൽകാൻ തയ്യാറായതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. ഞാൻ ഓക്കെ പറഞ്ഞതോടെ അവളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവളെ ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഇന്റർവ്യൂ റിക്വസ്റ്റുകളും അവൾ ജൂനിയേഴ്സിന് വിധിച്ചു നൽകാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ചീഫ് പറഞ്ഞതുപോലെ തന്നെ നിനക്ക് അധികം വൈകാതെ ഡെപ്യൂട്ടി എഡിറ്റർ ആക്കാൻ കഴിയും, അതിനുള്ള അവസരം പാഴാക്കരുതെന്ന് പറഞ്ഞ് ഞാനും അവളെ ഉപദേശിക്കുന്നു. പക്ഷേ ഷുയി അത് ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് ആ റിക്വസ്റ്റുകൾ അവളുടെ ജൂനിയേഴ്സിന് വിതരണം ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ പറയുന്നു. ഡെപ്യൂട്ടി എഡിറ്റർ ആവുന്നതിന് മുമ്പ് തന്നെ അവൾ ജൂനിയേഴ്സിന് ജോലി വിധിച്ചു നൽകാൻ തുടങ്ങി എന്ന് യുലിങ്ങിൻ്റെ ഫ്രണ്ട് കുറ്റം പറയുന്നുണ്ട്. തന്നോടൊന്ന് ചോദിക്കുക പോലും ചെയ്ത അസ്തിനെ ഉൾപ്പെടുത്തി ഷുയി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഷിയാൻ ഒരു കാരണവുമില്ലാതെ അവനോട് ദേഷ്യപ്പെടുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.